നിന്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാൻ ഞാൻ വിവാഹം കഴിച്ചു. ഒരു വാക്ക് അന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെയ്യുമായിരുന്നോ? നിന്നെ ഞാൻ കൊണ്ടുവരുമായിരുന്നില്ലേ? ഓ, അതെനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാ വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. അതുകൊണ്ടെന്താ, അമരാവതിക്ക് പുതിയൊരു അവകാശി ജനിക്കാൻ പോവല്ലേ? ഡി കെ, ഞാൻ ആ കുഞ്ഞിനെ എന്റെ ഗർഭത്തിൽ ചുമക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞ് തന്നെയാ അത്. ഞാൻ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോ സന്തോഷായി. ഇനി സന്തോഷമായിട്ട് അമേരിക്കയിലേക്ക് പറക്കാം. ഇല്ല, നീ ഒരിടത്തേക്കും പോവില്ല. ഏട്ടാ, ഏട്ടനത് എങ്ങോട്ട് പോവാ? അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോണം. അതെ, തിരിച്ചു വരുമ്പോ എനിക്കൊരു സാധനം കൊണ്ടുവരോ? എന്ത് സാധനം? വേറൊന്നുമല്ല, അമ്പഴങ്ങ. അത് തിന്നാനൊരു കൊതി. അല്ല, ബുദ്ധിമുട്ടാവുമെങ്കിൽ വേണ്ടാട്ടോ. ഈ സമയത്ത് ഭാര്യ പറയുന്ന ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കേണ്ടത് ഒരു ഭർത്താവിന്റെ ചുമതലയാ. അമ്പഴങ്ങയല്ലേ, ഞാൻ കൊണ്ടുവരാം. ഏട്ടൻ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? സുപ്രിയയുടെ കാര്യം ഞാൻ മറച്ചു വെച്ചതിന്. ആലോചിച്ചപ്പോ നീ ചെയ്തത് ശരി. ലോകത്തൊരു ഭാര്യയും നിന്നെപ്പോലെ ഇതൊന്നും ചെയ്യില്ല. സുപ്രിയയുടെ സന്തോഷത്തിനു വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? അതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഏട്ടാ, സത്യത്തില് സുപ്രിയ നൽകിയ ദാനമല്ലേ എന്റെ ജീവിതം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സുപ്രിയ കാരണമല്ലേ എനിക്ക് കിട്ടിയത്. പിന്നെ എങ്ങനെ ഞാൻ അവളെ വെറുക്കാനാ? അവളൊരു പാവം. ഹലോ. ഓ, നിങ്ങളോ? ഓഫീസിലെത്തിയോ? ശരി, ഞാനിപ്പോ വരാം. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അപ്പൊ മറക്കല്ലേ അമ്പഴങ്ങ? ഇല്ല, മറക്കില്ല. അത് നിനക്കല്ല, എന്റെ മോനാ. അപ്പൊ ശരി. താനീ പറഞ്ഞതൊക്കെ സത്യമാണോടോ? സത്യം. ഒരിടത്തും ഇനി ഒരു ചികിത്സയില്ല. ജ്യോതി പുരുരുൾ തന്റെ ഭാര്യയെ നന്നായി. മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർത്തു. എന്താ? കുറച്ച് അമ്പഴങ്ങ സംഘടിപ്പിക്കണം. എന്താ? താൻ കേട്ടിട്ടില്ലേ അമ്പഴങ്ങാന്ന്? ജ്യോതിക്ക. ഓ, അത് ശരി, സംഘടിപ്പിക്കാം. ഈ സങ്കടത്തിനിടയിലും ഇങ്ങനെ സന്തോഷിക്കാവുന്ന ചെറിയ സന്ദർഭങ്ങൾ കൂടി ദൈവം നമുക്ക് മുന്നിലേക്ക് വെച്ചു തരും. സുപ്രിയ കത്തിയെരിയുന്ന അഗ്നിയായി വേദനിപ്പിക്കുമ്പോഴും ജ്യോതിയും കുഞ്ഞും ഒരു ഇളം കാറ്റ് പോലെ എന്നെ തലോടി നിൽക്കുന്നു. ജീവിതം എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലേടോ? സുപ്രിയയ്ക്കും ജ്യോതിക്കും ഇടയിൽ തന്റെ ധർമ്മസങ്കടം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും. ജനനവും മരണവും നമ്മുടെ ആരുടെയും കയ്യിലല്ല. താൻ പറഞ്ഞ ശരിയാ. നമ്മൾ പോകുന്ന വഴി ജീവിതം പോവില്ല,
ജീവിതത്തിന്റെ വഴിയെ നമ്മൾ പോണം. സുപ്രിയൻ ജ്യോതി ഇപ്പം എന്റെ മുന്നിലുണ്ട്. ബാക്കിയെല്ലാം വിധി പോലെ വരട്ടെ. ജ്യോതി, കിട്ടിയോ? എന്താ ഇത്? അമ്പഴങ്ങയോ? നിനക്ക് ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമാണോന്നോ? ഒരു ദിവസം മുഴുവൻ ഇവൾക്ക് ആഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 അമ്പഴങ്ങ മാത്രം കിട്ടിയാൽ മതി. കുറച്ച് നീ എടുത്തു. അപ്പോ സുപ്രിയയുടെ ഇഷ്ടങ്ങളൊന്നും ഏട്ടൻ മറന്നിട്ടില്ല. അതെ, നിങ്ങൾ കഴിക്കേ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിനക്ക് വിഷമായോ? എന്തിന്? നമ്മൾ എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും സത്യമായില്ല. ഹിറ്റ്ലറിന്റെ ഉള്ളിൽ എവിടെയോ സുപ്രിയുണ്ട്, സുപ്രിയയുടെ ഇഷ്ടങ്ങളും ഉണ്ട്. DK എന്നെ വെറുക്കുന്നില്ലല്ലോ. ആ സമാധാനത്തോടെ എനിക്ക് മരിക്കാം. ഇതൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നീ മാത്രമല്ല, എല്ലാവരും ഒരു ദിവസം മരിക്കും. അല്ലാതെ ആരും ഈ ഭൂമിയിൽ ചിരഞ്ജീവിയായി ജീവിക്കാനൊന്നും പോകുന്നില്ല. സത്യത്തിൽ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുക ജ്യോതി. കുടജാദ്രിയിൽ വെച്ച് മൂകാംബികാമ്മ ചേർത്ത് വെച്ചത് നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്കൊപ്പം എന്നെ കൂടിയ. അതുകൊണ്ടല്ലേ എന്നെ നീ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നത്? സുപ്രിയ, ഹിറ്റ്ലറിന്റെ ജീവിതത്തിലെ മിസ്സസ് ഹിറ്റ്ലർ ഇപ്പൊ ഞാൻ തന്നെയാ. ജൂനിയർ ഹിറ്റ്ലറാ ദേ എന്റെ ഈ വയറ്റിൽ കിടക്കുന്നത്. സ്വന്തം ഭർത്താവിനെ പങ്കുവയ്ക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. എന്നേക്കാൾ കൂടുതലായി ഹിറ്റ്ലറിനെ നീ സ്നേഹിക്കുന്നതും എനിക്ക് സഹിക്കില്ല. പക്ഷേ എന്റെ ഹിറ്റ്ലറിന്റെ ഉള്ളിലെ അണയാത്ത വേദനയാ നീ സുപ്രിയാണെന്ന് അറിഞ്ഞ നിമിഷം എന്റെ മനസ്സ് തകർന്നു പോയതാ. പക്ഷേ നിന്റെ ആ അവസ്ഥയിൽ നിന്നെ സഹായിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അതുമാത്രമല്ല, നിന്നെ ഇവിടെ നിർത്താൻ തീരുമാനിച്ചതിൽ ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ സ്വാർത്ഥതയും കൂടി ഉണ്ടായിരുന്നു. ഒരിക്കൽ അപകടത്തിൽ മരിച്ചുവെന്ന് DK വിശ്വസിച്ചിരുന്ന നീ നാളെ ഒരിക്കൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് DK അറിയാനിട വന്ന DKക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്കെന്റെ ഹിറ്റ്ലറിനെ നഷ്ടപ്പെടും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും അല്പം ക്രൂരതയാ, അതെനിക്കറിയാം. പക്ഷേ ഹിറ്റ്ലറിനെ യാഥാർത്ഥ്യങ്ങളിലൂടെ കൊണ്ടുപോകാൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. സോറി. എന്തായാലും ഒരു കാര്യം നീ തെളിയിച്ചു. മിസ്സസ് ഹിറ്റ്ലർ നീ തന്നെയാ. ഭാവിയിൽ DKക്ക് സംഭവിക്കാമായിരുന്ന ഒരു വലിയ അപകടത്തെ ബുദ്ധിപൂർവ്വം നീ ഒഴിവാക്കി. ഇത് തന്നെയാ ബുദ്ധിയുള്ള ഏത് ഭാര്യയും ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ജ്യോതി. ഞാനൊരു വഴി മാത്രമായിരുന്നു, DKക്ക് നിന്നിലേക്കെത്താൻ മൂകാംബിക അമ്മ നിയോഗിച്ച ഒരു വഴി. ഇനി എനിക്ക് സമാധാനത്തോടെ തിരിച്ചു പോവാം. DK ഒരിടത്തും തോൽക്കില്ല. കൂടെ ഈ മിസ്സിസ് ഹിറ്റ്ലർ ഉണ്ടല്ലോ. മിസ്സസ് ഹിറ്റ്ലർ, ആ പേരിനൊരു ചന്തമൊക്കെ ഉണ്ടല്ലേ. മിസ്സിസ് ഹിറ്റ്ലറിന് മുൻപ് വരെ
DKയുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആടിയുലഞ്ഞ ആ കപ്പലിന് ഭീമൻ തിരമാലകളിൽ പെട്ടുപോകാതെ പിടിച്ചു നിർത്തി ജീവൻ നൽകിയത് മിസസ് ഹിറ്റ്ലർ. ഇനി നാളെകളിൽ ആരൊക്കെ DKയുടെ ജീവിതത്തിലൂടെ വന്നാലും അവർക്കൊന്നും നിന്നെപ്പോലെ ആകാൻ കഴിയില്ല. കാരണം നീയാണ് DKയുടെ യഥാർത്ഥ ഭാര്യ. നാളെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവാ. ഒരാഴ്ച കഴിഞ്ഞ് അവിടെ നിന്ന് അമേരിക്കയിലേക്ക്. സുപ്രിയ, അരുത്, എന്നെ തടയരുത്. ഈ യാത്ര മാറ്റിവെക്കാൻ എനിക്കാവില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ജ്യോതി ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. ഞാൻ DK സ്നേഹിച്ചതിനേക്കാൾ 1000 മടങ്ങ് അവള് DK സ്നേഹിക്കുന്നുണ്ട്. ആ പാവത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അറിയാം, ഒരിക്കൽ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും വലുതായി ഞാൻ സ്നേഹിക്കുന്നത് അവളെ മാത്രം. എന്റെ മരണം വരെ അവളെ ഞാൻ ചേർത്ത് പിടിക്കും. മതി, എനിക്ക് ഈ വാക്ക് മതി. ഇവിടെ ഇരുന്ന് ഉറങ്ങാനാണോ ഭാവം? നല്ല മഞ്ഞുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവാ. അപ്പോ ഗുഡ് ബൈ. സോറി, ഗുഡ് നൈറ്റ്. സുപ്രിയ, 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 എനിക്ക് എന്നാ പറ്റിയേ? ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് ഹിറ്റ്ലറെ ഒന്ന് ഓടി വാ. വിളിക്കണ്ട ജ്യോതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആരെയും വിളിക്കണ്ട, എനിക്ക് കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് വേണ്ട. അയ്യോ അമ്മേ, ഹിറ്റ്ലറെ ആരെങ്കിലും ഒന്ന് ഓടി വാ. എന്ത് പറ്റി? സുപ്രിയ, സുപ്രിയ, അറിയില്ല. എന്താ എന്താ മോളെ? എന്താ പറ്റിയോക്ക്? സുപ്രിയ, ശ്രീറാം, വേഗം വണ്ടി എടുക്കും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേണ്ട, ഇപ്പൊ ഒരിടത്തേക്ക് എന്നെ കൊണ്ടുപോണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേഗം വണ്ടി എടുക്ക്. DK, എനിക്ക് പോണ്ട. എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നാ മതി. സുപ്രിയ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പ്ലീസ്. സുപ്രിയ, നീ ഓക്കെ ആണോ? സുപ്രിയ, അമ്മേ, സുപ്രിയ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. DK, വേണ്ട, എനിക്ക് ഒരിടത്തും പോണ്ട. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹിറ്റ്ലറെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം പ്ലീസ്. എനിക്ക് എങ്ങോട്ടും പോണ്ട. സുപ്രിയ, നീ പറയുന്ന ഒന്ന് കേക്ക്. DK, സന്തോഷത്തോടെയാ
സന്തോഷത്തോടെ ഞാൻ പോകുന്നു. നമ്മൾ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ആദ്യം നമ്മളിൽ ആര് മരിച്ചാലും അത് മറ്റേയാളുടെ മടിയിൽ കിടന്നാവണമെന്ന് നമ്മൾ തീരുമാനിച്ചത് ഓർമ്മയുണ്ടോ DKക്ക്? DKയോട് ഞാൻ മാപ്പ് ചോദിക്കാം. DK ചോദിച്ചില്ലേ അന്ന് ആശുപത്രിയിൽ വെച്ച് ബോധം വന്നപ്പോ എന്തുകൊണ്ട് DK വിളിച്ചില്ലെന്ന്? മരണം മാത്രം മുന്നിലുള്ളപ്പോ ഞാൻ എങ്ങനെ നിങ്ങളെ വിളിക്കും DK? ജ്യോതി, ഞാനും DKയും സ്വപ്നം കണ്ടതിനേക്കാൾ സുന്ദരമായൊരു ജീവിതം DKക്ക് കൊടുക്കാൻ നിനക്ക് സാധിക്കും. സുപ്രിയ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും പിരിയരുത്. ജ്യോതി, ഞാനൊരു കാര്യം പറഞ്ഞ നീ കേക്കോ? എന്താ സുപ്രിയ? എന്താന്ന് വെച്ചാ പറയൂ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ അവസാനത്തെ ആഗ്രഹം, എനിക്കും DKക്കും ഒരു മോനുണ്ടായ അവനിടാൻ ഞങ്ങളൊരു പേര് കണ്ടുവച്ചിരുന്നു. ഓർമ്മയുണ്ടോ DK? അമ്പാടി. അതായിരുന്നു ആ പേര്. അല്ലേ DK? ജ്യോതി, നീ പ്രസവിക്കുന്ന മോൻ ആ പേരിടാൻ നീ സമ്മതിക്കൂ? ഇതെന്റെ ഒരു അപേക്ഷയാ. കൈവിടരുതൊരിക്കലും. ഒരിക്കലും. ദേവജ്യോതി, അതാ ഈ പ്രണയത്തിന്റെ പേര്. എന്നും എന്റെ ഗുരുവായൂരപ്പ. DK, ഞാൻ പോവാ. സുപ്രിയ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഈ മടിയില് ഞാൻ ജ്യോതി. സുപ്രിയ, ഞാൻ പോട്ടെ. അമ്പാടി മോന്, നിങ്ങൾ ഈ അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കില്ലേ? സുപ്രിയ, ഞാൻ അടുത്ത ജന്മത്തില് സുപ്രിയ, 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 സുപ്രിയ,
മോളെ മോളെ എന്റെ മോളെ എന്റെ മോളെ സുപ്രിയ 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 ഇനി എന്റെ കൂട്ടിൽ സുപ്രിയ. ഒരുമിച്ചു വാഴാം കൂടെ വരൂ എന്റെ കൺമണി സുപ്രിയ ഇനി എന്റെ ചിറകിന്റെ തണലിൽ മയങ്ങാൻ നീ വരൂ കുറുമൊഴി പെണ്ണേ ഇതുവരെ ഇല്ലാത്തൊരാനന്ദമെങ്ങും ഇതൾ വിരിച്ചാടുമേ സായന്തനത്തിൽ ഇണപിരിയാതെന്നുമൊരു സുപ്രിയ സുപ്രിയ My little Kanna, I am very happy. We all happy. അമ്പാടി അമ്പാടി ഛെ, അമ്പാടി ദേ സുപ്രിയെ, ഒട്ടും അനുസരണയില്ലാത്ത ചെക്കനാ നിന്റെ മോൻ. അവൻ എന്നെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ട് ആ കള്ളച്ചക്കൻ അമ്പാടി എന്ന് പേരിട്ടത്. ഇവന്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ആ കള്ളക്കണ്ണന് എന്തൊരു ഭേദമാ. പ്ലേ സ്കൂളിൽ പോകാൻ സമയായി. ഇതുവരെ ആളെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ഞാൻ തോറ്റു. അമ്പാടി 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 ഞാൻ ചോദിച്ചതെല്ലാം നീ എനിക്ക് തന്നു. താങ്ക് യു കണ്ണ, താങ്ക് യു സോ മച്ച്. കണ്ണ, നീയാണ് എന്നോട് സംസാരിച്ചത്? എടാ കള്ള, നിന്നെ ഇന്ന് ഞാൻ ഇവിടെ വാ അമ്പാടി. അമ്പാടി അതെ, ആഹാ, ഇവിടെ അമ്മമ്മ മോനും കൂടെ കളിച്ചോണ്ടിരിക്കുക. അമ്പാടിക്കുട്ടാ. വാ ഏട്ടാ സൂക്ഷിച്ചു. ദാദാ ബാഗ് ബാഗ് പെട്ടെന്ന് പൊക്കം, സമയായി. നീ അമ്മക്ക് മോടുക്ക, ഡാഡിക്ക് മോടുക്ക. എതിരുകളാകും അമ്പാടി ടാറ്റാ ടാറ്റാ ചേരാനോ